ഇപ്പോൾ ഇടുക്കിയിലെ വിശേഷങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ജോസിൽ, അതായത് കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ 40 ദിവസം കൊടുമ്പിരി കൊണ്ട പരസ്യ പ്രചരണത്തിന് അന്ത്യം കുറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് വികസന വിഷയങ്ങൾ തന്നെയാണ്. ആ ഒരു വികസന വിഷയങ്ങളിൽ ഊന്നി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജോയ്സ് ജോർജിനെ കളത്തിലിറക്കിയതും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായതും. ഇന്നത്തെ അദ്ദേഹത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ്? മലയോര മേഖലയിലെ അവസാനഘട്ട ട്രെൻഡ് എങ്ങനെയാണ്? അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയിലെ പ്രധാന പ്രചരണ വിഷയം ഇടുക്കിയുടെ വികസനം തന്നെയാണ്. 2 തവണ എംപിമാരായ 2 പ്രധാന വ്യക്തികൾ തമ്മിലാണ് ഇടുക്കിയിൽ മത്സരം നടക്കുന്നത്. 2014 മുതൽ 19 വരെ ഇടുക്കിയുടെ എം പി ആയിരുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും അതിനുശേഷം 19 മുതൽ ഇപ്പോൾ വരെ എം പി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും തമ്മിലാണ് പ്രധാന മത്സരം. വളരെ നേരത്തെ തന്നെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ മേൽക്കൈ ഈ രംഗത്ത് നേടുവാൻ LDF സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ന് ഉച്ചയോടുകൂടി കുടയത്തൂർ അറക്കുളം പഞ്ചായത്തിൻ്റെ പര്യടനം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി മണ്ഡലത്തിൽ എല്ലാം ഒരു 3 റൗണ്ട് പര്യടനം നടത്താൻ LDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വൈകിട്ട് കട്ടപ്പനയിലാണ് LDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഉച്ചയോടുകൂടി ചെറുതോണിയിൽ നിന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ബൈക്ക് റാലി കട്ടപ്പന ഇടുക്കി കവലയിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഡീൻ കുര്യാക്കോസിൻ്റെ കൊട്ടിക്കലാശ പരിപാടി നടക്കുന്നത് കോതമംഗലത്ത് നിന്ന് ബൈക്ക് റാലിയായി മൂവാറ്റുപുഴ വഴി ആരംഭിച്ച് തൊടുപുഴയാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും NDA സ്ഥാനാർത്ഥി കളത്തിലേ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവിടെ നമുക്ക് ഇടുക്കിയുടെ ഓരോ പ്രദേശത്തിൽ കൂടി സഞ്ചരിച്ചാലും NDA സ്ഥാനാർത്ഥിയുടെ കുറച്ച് 6-4 സൈസിലുള്ള ബോർഡുകൾ വെച്ചിട്ടുള്ളതല്ലാണ്ട് വീടുകൾ കയറിയുള്ള പ്രചരണമില്ല, പോസ്റ്ററുകൾ ഒട്ടിയിട്ടില്ല, പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളില്ല. NDA സ്ഥാനാർത്ഥി കളത്തിൽ തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇടുക്കി മണ്ഡലത്തിലുള്ളത്. അത് ഒരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വോട്ടുകൾ ഒരു 50,000-നോട് അടുത്ത് വോട്ട് NDA ഈ മണ്ഡലത്തിൽ പിടിച്ചാൽ LDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ്. കാരണം UDFന് കഴിഞ്ഞ മുൻ തവണത്തെ പോലെ UDFന് മറിച്ചു കൊടുക്കാതെ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട്, BJPയുടെ വോട്ട് NDA സ്ഥാനാർത്ഥി BDJ സ്ഥാനാർത്ഥി പിടിച്ചാൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി LDF വിജയിക്കുന്ന സാധ്യതയാണ്. അല്ലെങ്കിൽ തന്നെ ഈ വികസനം അത് പ്രധാനമായും LDF ഊന്നിയത് ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടവും ഡീൻ കുര്യാക്കോസിൻ്റെ കാലഘട്ടവും തമ്മിൽ ഒരു വിലയിരുത്തലാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് LDFൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ആ ഒരു പ്രചരണം. എന്നാൽ ഡീനോ നമ്മൾ ആദ്യഘട്ടത്തിൽ ചോദിക്കുമ്പോൾ മുതൽ അദ്ദേഹം പറയുന്നത് ഇത് UDFൻ്റെ ഉറച്ച കോട്ടയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പറയുന്നതല്ലാണ്ട് എന്തു താൻ ചെയ്തു എന്ന് ഡീൻ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുതിയൊരു ആരോപണം ഡീൻ കുര്യാക്കോസ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പഴനി ശബരിമല പാതയൊന്നും അനുവദിച്ചിട്ടില്ല, അത് ജോയ്സ് ജോർജ് ചുമ്മാ പറയുന്നതാണ് എന്നൊക്കെയുള്ളൊരു പ്രചരണം ഒരു സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നടത്തുകയുണ്ടായി. അതിന് കൃത്യമായി ഇന്നലെ നമ്മൾ തന്നെ അതിൻ്റെ കൃത്യമായ രേഖകളടക്കം പുറത്തുവിട്ടിരുന്നു. ജോയ്സ് ജോർജ് പഴനി ശബരി ദേശീയപാതയ്ക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശക്തമായി ചോദ്യം ഉന്നയിക്കുകയും അതിനുശേഷം നിതിൻ ഗഡ്കരി ജോയ്സ് ജോർജിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ കേരള സർക്കാരിനോട് DPR ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന കത്തടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. അതുപോലെ തന്നെ ബോഡിമെട്ട് റോഡിൻ്റെ ഉദ്ഘാടന വേളയിൽ നിതിൻ ഗഡ്കരി ഇടുക്കിയിൽ വന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് ഉടൻ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. എന്നാൽ ഡീൻ കുര്യാക്കോസിൻ്റെ കാലഘട്ടത്തിൽ അതുപോലെ നിരവധിയായ ജോയ്സ് ജോർജിൻ്റെ കാലഘട്ടത്തിൽ ചർച്ചകൾ നടത്തി ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ലഭിച്ച് അതിനുശേഷം DPR തയ്യാറാക്കി 3A എഗ്രിമെൻ്റ് പോലും ഉണ്ടായ പദ്ധതികൾ പോലും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇടുക്കി മണ്ഡലത്തിലുണ്ടായി. അങ്ങനെ ഒരു വികസന തുടർച്ച ഉണ്ടാക്കാൻ സാധിച്ചില്ല ഡീൻ കുര്യാക്കോസിന് എന്നുള്ളതാണ് ഇടുക്കിയിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഈ ജോയ്സ് ജോർജിൻ്റെയും ഡീൻ കുര്യാക്കോസിൻ്റെയും തമ്മിലുള്ള ഒരു താരതമ്യം അത് താഴെത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് LDF വിലയിരുത്തൽ. ആ LDF വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ജോയ്സ് ജോർജ് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടുക്കി മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്.